ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന ആയത്തൊക്കെ ഏറെയാണ്, ഏറെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. നമ്മുടെ പെൺമക്കളോടും പറയണം, ഭാര്യമാരോടും പറയണം, നമ്മുടെ നാട്ടിലുള്ള മുഅ്മിനീങ്ങളായ പെണ്ണുങ്ങളും അത് പറയണം. ഇന്ന് പെണ്ണുങ്ങളുടെ ക്ലാസ്സിൽ ഇത് പറയേണ്ടിയിരിക്കുന്നു. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. പെണ്ണുങ്ങളെ സംസാരത്തിൽ മയങ്ങാണിക്കല്ലേ നിങ്ങൾ. ഹലോ, നമ്മുടെ പെൺകുട്ടികളുടെ മുമ്പിൽ എന്തുകൊണ്ട് അവർ ഈ രോഗങ്ങൾക്ക് മാറുന്നു എന്ന് ആധുനിക സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? വീട്ടിൽ വാപ്പാടെ സംസാരം എപ്പോഴും എന്നുള്ള ആക്ഷൻസും സ്ട്രോങ് വാക്കുകളാണ് വീട്ടിന്റെ ഉള്ളിൽ. കോളേജിൽ ചെല്ലുമ്പോഴാണ് കൂട്ടുകാരന്മാര്, എന്തായിരുന്നു മോളെ ഇന്നലെ വരാത്തെ? ഓ, വാപ്പ കാടനും കോളേജിൽ പഠിക്കുന്ന കൂട്ടുകാരൻ എന്റെ മനസ്സറിയുന്ന എന്റെ പ്രിയപ്പെട്ടവനുമായി മാറി. ഇവിടെയാണ് പ്രണയം ആരംഭിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര കുട്ടികളാ കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പമാരുടെ വിദേശത്ത് പോയി കിടന്ന് ചുട്ടുപൊള്ളുന്ന, ഇന്നലെ ഒരു സഹോദരൻ വിളിച്ചിട്ട് പറയാ, ചുട്ടുപൊള്ളുന്ന വെയിലാവസ്ഥ എന്ന്. ആ വെയിലത്ത് കിടന്ന് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി അവളെ വസ്ത്രത്തിനും അവളെ എല്ലാത്തിനും. നമ്മളെ ഈ നാട്ടിലുള്ള നിങ്ങളാണെങ്കിലോ, ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം വരുന്ന ആളുകളും പാവങ്ങളാണ്. സമ്പന്നരായ ആളുകളെ വിരലെണ്ണാവുന്നവർ മാത്രം. ബഹുഭൂരിഭാഗം പാവങ്ങളാണ്. ഓട്ടോറിക്ഷ ഓടിച്ചും ഗൾഫിൽ പോയി കിടന്ന് കൂലിപ്പണി ചെയ്തും കണ്ടവന്റെ അടിവ് കൂലിപ്പണിയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ കാശ് നമ്മൾ എന്തിനാ സമ്പാദിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. ഈ മക്കൾക്ക് കൊടുത്തിട്ടോ? ഈ മക്കൾക്ക് കൊടുത്തതിന്റെ ഫലം എന്താ? ആഖിറത്തിൽ ആസ്വദിക്കാനാണെങ്കിൽ സഹോദരങ്ങളെ വകവെച്ച് കൊടുക്കരുത് നമ്മുടെ ഒരൊറ്റ മക്കൾക്കും. കാരണം വർത്തമാന കാലഘട്ടത്തിലെ ഇസ്ലാമിന്റെ ബദ്ധവൈരികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാഭ്യാസം ആഭാസത്തിൻ്റെതാണ്. ഇതൊക്കെ ചെയ്യാമെന്നുള്ളതാണ്. ശുദ്ധമായ ഖുർആൻ എണ്ണി സൂറത്തു നൂർ എന്ന് പറയുന്ന ഒരു സൂറത്തിന്റെ പ്രകാശം എന്നാണ് ആ സൂറത്തിന്റെ പേര് തന്നെ. ആ സൂറത്തിനെ ഓതി നോക്കിയാൽ ഫുൾ ഇതാണ്, ഫുൾ. ഓതി ആയത്തുകൾ, ബഹുഭൂരിഭാഗം ആയത്തുകൾ സൂറത്തു നൂറിൻ്റെതാണ്. ഈ ആയത്തുകൾ കേട്ടോ, അവസാനിപ്പിക്കുകയാണ്. ഫലാ തഖ്ളഅന ബിൽ ഖൗൽ. പെണ്ണുങ്ങളെ നിങ്ങളുടെ സംസാരത്തിൽ മയം കാണിക്കരുത്. ഫയത്മഉ അല്ലദീ ഫീ ഖൽബിഹി മറദ്. അങ്ങനെ നീ സംസാരിച്ചു പോയാൽ നിന്റെ ഓപ്പോസിറ്റുള്ള ചെറുപ്പക്കാരനാണെങ്കിലും ആണാണെങ്കിലും ഏത് കിളവനാണെങ്കിൽ പോലും അവന്റെ മനസ്സിൽ രോഗങ്ങൾ ഉണ്ടാകും. വഖുൽന ഖൗലൻ മഅറൂഫാ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ. ജാഹിലിയ കാലഘട്ടത്തിൽ ആദ്യമായി പെണ്ണുങ്ങൾ കറങ്ങി നടക്കുന്നത് പോലെ പെണ്ണേ നീ ഇറങ്ങി നടക്കല്ലേ മോളെ. നീ കോളേജിൽ പോയാലും, നീ ഏത് പരിപാടിക്ക് പോയാലും, നീ സ്കൂളിൽ പോയാലും, നീ ആരോടും മയമായിട്ട് നീ അവരെ സുഖിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ മോളെ നീ പറയരുത്. അത് മറ്റുള്ള ആണുങ്ങളുടെ കൽവിൽ രോഗമുണ്ടാക്കും. അവര് ചിന്തിച്ചു പോകും നിനക്ക് അവരെ ഇഷ്ടമാണെന്ന്. അവിടെ പ്രണയം മുട്ടിടും മോളെ. അവർ നിന്റെ ശരീരത്തിൽ കൈവയ്ക്കും മോളെ. ഇത് സ്വന്തം മക്കളോട് വാപ്പമാരും ഉമ്മമാരും പറഞ്ഞു കൊടുക്കണമെന്നാ ഖുർആൻ പറയാ. ഞാൻ ചോദിക്കുന്നു, വെസ്റ്റ് മുടിക്കൽ പള്ളിയുടെ അകത്തുള്ള വാപ്പമാരെ, ഇന്ന് വരെയെങ്കിലും ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ടോ? പൊന്നു പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ടോ? 3, 4, 5, 6, 7 വയസ്സായ പെണ്ണുങ്ങൾ പീഡിപ്പിക്കപ്പെടുകയാ. 8 വയസ്സുള്ള ആസിഫ എന്ന പൊന്നുമോളയാ 8 പേര് കൂടി ക്രൂരബലാത്സംഗം ചെയ്ത് മരപ്പൊത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാലഘട്ടത്തിന്റെ കഥ ഞാനും നിങ്ങൾ മറന്നുപോയെങ്കിലൂ ഞാനും നിങ്ങളും അറിയാത്ത 100 കഥകളുണ്ട്. കഴിഞ്ഞ ദിവസം ഉത്തരേന്ത്യയിൽ ഒരു പാവപ്പെട്ട 8 പെൺകുട്ടികളെയാണ് ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന ആ സ്കൂളിലെ പാചകക്കാരനായ ആള് 8 പാവപ്പെട്ട കൊച്ചു പെൺകുട്ടികളെയാണ് ക്രൂരബലാത്സംഗം ചെയ്തതെങ്കിൽ ഇതൊന്നും നമ്മൾ വായിക്കൂല, ഇതൊന്നും നമ്മൾ അറിയൂല. കല്യാണത്തിന്റെ മാമാങ്കങ്ങളിൽ സ്വന്തം മക്കളെ പോലെ ശരീരം പ്രദർശിപ്പിച്ചുകൊണ്ട് കൊണ്ടുപോയിട്ട് അഴിഞ്ഞാടാനും
സ്വന്തം ഭാര്യയെ പോലും ഒന്ന് നല്ല വസ്ത്രമെടുത്തു പോടി എന്ന് പറയാൻ പോലും ധൈര്യമില്ലാത്ത നാണം കെട്ട ആണുകളായി ഞാനും നിങ്ങൾ മാറുന്നതെങ്കിൽ നാളെ പടച്ചവന്റെ ഒരു കോടതിയുണ്ട് വാപ്പാ. സമാധാനം പറയാതെ ഒരു കാല് പോലും അനക്കാൻ പറ്റൂല. അതുപോലെ ആൺകുട്ടികളുള്ള വാപ്പമാര് കേട്ടോ, കണ്ട പെണ്ണുങ്ങളോട് അഴിഞ്ഞാടാനും സംസാരിക്കാനും പോകുമ്പോ അതവരുടെ ഗേൾ ഫ്രണ്ട് അല്ലേ, പെണ്ണുങ്ങളല്ലേ. ഇന്ന് സിനിമാ തിയേറ്ററിൽ പോയി മക്കള് സിനിമ കണ്ടാലും വാപ്പാക്ക് കുഴപ്പമില്ല. അവൻ കള്ളു കുടിക്കുന്നില്ലല്ലോ, കഞ്ചാവടിക്കുന്നില്ലല്ലോ, ചെറിയൊരു സിനിമയല്ലേ കണ്ടുള്ളൂ. ഇന്ന് സിനിമയും സീരിയലും ഈ കാണുന്ന മാധ്യമങ്ങളെല്ലാം പ്രേരിപ്പിക്കുന്നത് വ്യഭിചാരങ്ങളാണ്, അശ്ലീലങ്ങളാണ്, ആഭാസങ്ങളാണ്. അതിലെ കഥകൾ കണ്ട് അഴിഞ്ഞാടുന്ന കാട്ടാളന്മാരായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. ഇന്നിപ്പോ ഈ ഹേമ കമ്മീഷൻ ഇനിയും വാർത്തകൾ പുറത്തു വരാനുണ്ട്. സഹോദരങ്ങളെ, പൈസ കൊടുത്ത് അവരൊക്കെ അതൊക്കെ അതിന് രക്ഷപ്പെടുമായിരിക്കും. റബ്ബിന്റെ ഒരു കോടതിയുണ്ട്. നമുക്ക് വലുത് നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യമാരും നമ്മുടെ പെണ്ണുങ്ങളുമാണ്. വിശുദ്ധ ഇസ്ലാം കാണ്ടത്തത്തിന്റെ മതമല്ല. പെണ്ണുങ്ങളെ ശരീരം മറയ്ക്കാൻ പറയുന്നത്, പെണ്ണുങ്ങളോട് നല്ലവണ്ണം നടക്കാൻ പറയുന്നത്. വിശുദ്ധ ഇസ്ലാം മൂടിപ്പുറച്ച് നടക്കാൻ പറയുന്നതല്ല. നിങ്ങളെ മുഖം മറയ്ക്കൂ, ശരീരം മറയ്ക്കൂ. നിങ്ങളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ആ രൂപത്തിലാണ്. വാപ്പയും സഹോദരനുമല്ലാത്ത മറ്റാരേത് കുടുംബത്തിലുള്ള അംഗം കണ്ടാലും അത് വൈകാരിക ബന്ധങ്ങൾക്ക് വഴിവെക്കും. സ്വന്തം ഭർത്താവിന്റെ അനിയനാണെങ്കിൽ പോലും എന്റെ ഭാര്യയെ കാണാൻ പാടില്ലെന്ന വിശുദ്ധ ഇസ്ലാമിന്റെ നിയമമെങ്കിലും അത് സൂക്ഷിക്കാനേ ദീൻ പറഞ്ഞുള്ളൂ. ഹബീബായ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ? മാമിൻ മുസ്ലിമിൻ യൻദുറു ഇലാ മഹാസിനി ഇംറഅത്തിൻ സുമ്മ യഗുല്ലു ബസറഹു. റോട്ടിലൂടെ നടന്നു പോവുകയാണ്, വെസ്റ്റ് മുടിക്കല്ല റോട്ടിന്റെ ഭാഗത്തൂടെ നടന്നു പോയപ്പോ അന്യ പെണ്ണ് ഓപ്പോസിറ്റൂടെ നടന്നു വരുമ്പോ, എടാ മുഅ്മിനായ നീ യഗുല്ലു ബസറഹു, നിന്റെ കണ്ണൊന്ന് താഴ്ത്തി വെച്ചാ റബ്ബ് തരുന്ന കൂലി എന്തെന്നറിയോ? നമ്മളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, പക്ഷേ ഒരാസ്വാദനവും കിട്ടാറില്ലല്ലോ. ചുമ്മാ വന്ന് കുനിഞ്ഞുനൂന്ന് പോകുന്നതേ ഉള്ളൂ. ഫാത്തിഹ കേൾക്കുമ്പോ അലോസരമാണ്, ദുആ ഒന്ന് നീണ്ടുപോയാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്, പള്ളിയിൽ കുറച്ചു നേരം ഇരുന്ന് ദിക്ർ ചൊല്ലിയാൽ നമുക്ക് ഊരവേദനയാണ്. അങ്ങനെയൊക്കെ വേദനയും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അസ്വസ്ഥതകളും ജീവിതത്തിൽ വരുന്നത് എന്തുകൊണ്ടെന്നറിയോ? ഹറാമായ കാഴ്ചകൾ കണ്ട് 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 ഹൃദയം മരവിച്ചു പോയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങോട്ട് കേറാത്തത് കൊണ്ടാണ്. നിങ്ങളൊക്കെ പറയാറുണ്ടല്ലോ വഅദ് കൂടി കാലഘട്ടം, പക്ഷേ മാറുന്നില്ല. മാറാൻ സാധ്യതകൾ കുറവാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അങ്ങനെയായി നമ്മുടെ മനുഷ്യ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോ മുത്ത് നബി തങ്ങൾ പറയും, നിങ്ങൾ കണ്ണൊന്ന് താഴ്ത്തിയാൽ ഇല്ല അഖ്ലഫല്ലാഹു ലഹു ഇബാദത യജിദു ഹലാവതഹാ. എന്നിട്ട് നിങ്ങൾ പള്ളി വന്നൊന്ന് കൈകെട്ടി നോക്കൂ, നിങ്ങൾക്ക് റബ്ബിനെ കാണാം. ആ നിസ്കാരത്തിൽ ലദ്ദത്തിന്റെ ആഗ്രഹത്തിന്റെ ഏറ്റവും വലിയ സുന്ദരമായ ഒരു പെണ്ണിനെ കാണുമ്പോ കിട്ടുന്ന സുഖമല്ല, റബ്ബിന്റെ മുമ്പിൽ കിട്ടു നിൽക്കുന്ന സുഖം വല്ലാത്ത സുഖമാണ്. അതാർക്കും വേണ്ടാത്തത് കൊണ്ടാണ്. ആ സുഖം നിനക്ക് തരുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ, ഉറക്കവുന്ന സ്വലാത്ത് പറ, മഹാനായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ധാരാളമുണ്ട് ഈ വിഷയം, ഞാൻ ചുരുക്കുകയാണ്. അടുത്ത ആഴ്ച ചിലപ്പോൾ ഇതിന്റെ ബാക്കി പറയാൻ പറ്റൂല. അതുകൊണ്ട് ഇതൊക്കെ അറിഞ്ഞും ചിന്തിച്ചും കേട്ടൊക്കെ പ്രവർത്തിക്കുകയും നമ്മുടെ ഇസ്ലാമിന്റെ ചിന്താഗതികൾ, അതാണ് ശരിയായ ചിന്താഗതി. നമ്മളെ കുടുംബത്തിൽ ചില ആഘോഷങ്ങൾ വരുമ്പോ, നമ്മുടെ വ്യക്തിപരമായ കാര്യം വരുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളെ നമ്മൾ തള്ളരുത്, സൂക്ഷിക്കണം. നമ്മൾ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ഒരു പോറൽ പോലും ഒരു ബുദ്ധിമുട്ട് പോലും ഏൽക്കാതെ അള്ളാഹു ദുനിയാവിൽ നമ്മളെ കാത്തുകൊള്ളും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാവട്ടെ. ദുആ ചെയ്യുകയാണ്. ഇന്ന് ദുആ ചെയ്യാൻ ഒരു സഹോദരി തൻ്റെ അസുഖം മാറുന്നതിന് വേണ്ടി, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ